السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനിയായ ഉസ്താദുമാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സലാത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഞാൻ ഈ വേദിയിൽ പറയാൻ പോകുന്നത്. സലാത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഈ കൊച്ചു പ്രസംഗത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ബർക്കത്തിന് വേണ്ടി ഞാൻ അല്പം പറയാം. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലാഹു തആല തന്നെ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞത്, ഇന്നല്ലാഹ മലായികത യുസല്ലൂന അലൻ നബി. തീർച്ചയായും അള്ളാഹു അവൻ്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഇതിലൂടെ തന്നെ നമുക്ക് സ്വലാത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം റബ്ബ് മറ്റൊരു അമലും ചെയ്യുന്നതായി നമ്മോട് പറഞ്ഞിട്ടില്ല. ഇത് മാത്രമല്ല, സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ. സ്വലാത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാളെ സുഖലോക സ്വർഗത്ത് എൻ്റെ ഏറ്റവും എടുത്തിരിക്കുന്ന ആൾ എൻ്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലുന്ന ആളായിരിക്കുമെന്നതാണ്. ഇതിലൂടെ നമുക്ക് സ്വലാത്തിൻ്റെ മഹത്വം വളരെ വ്യക്തമായി മനസ്സിലാക്കാം. സ്വലാത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉഖ്റവിയായ 70% കാര്യങ്ങളും ദുനിയവായ 30% കാര്യങ്ങളും സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് നമുക്ക് മനസ്സിലാക്കാം, സ്വലാത്ത് കൊണ്ട് ഇരു ലോകത്തും വിജയിക്കാൻ സാധിക്കുമെന്ന്. സ്വലാത്തിന് ഇഖ്ലാസ് നിർബന്ധമില്ല എന്നതാണ് സ്വലാത്തിന്റെ മറ്റൊരു പ്രത്യേകത. തമാശക്ക് വേണമെങ്കിലും ലോകമാന്യത്തിന് വേണമെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അത് സ്വീകരിക്കപ്പെടും. മറ്റുള്ള സർവ്വ അമലുകളും സ്വീകരിക്കപ്പെടുന്നത് ഇഖ്ലാസ് അനുസരിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തിനെ കുറിച്ച് മറ്റൊരു അവസരത്തിൽ പറഞ്ഞു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെ സ്വഹാബിമാരെല്ലാവരും വളരെ സന്തോഷവാനായി കാണപ്പെട്ടു. അപ്പോൾ സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഇന്നെന്താണ് നബിയെ നിങ്ങൾക്ക് ഇത്ര മുഖപ്രസന്നത? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലെ രാത്രി എനിക്ക് റബ്ബിൽ നിന്ന് ദിവ്യ സന്ദേശമെത്തി. എൻ്റെ മേൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ മേൽ അല്ലാഹു തആല 10 നന്മകളെ രേഖപ്പെടുത്തും, 10 പാപങ്ങൾ പൊറുക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്തോഷിപ്പിച്ച ഇക്കാര്യത്തിൽ നാം ഒരിക്കലും പിറകിലാവരുത്. സ്വലാത്തിന് ധാരാളം പ്രതിഫലങ്ങളുണ്ട്. നന്മകൾ വർദ്ധിക്കും, തിന്മകൾ പൊറുക്കപ്പെടും, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രീതി ലഭിക്കും, മലക്കുകളുടെ ദുആ ലഭിക്കും, മഴ വർഷിക്കും, കടം വീടും. ഇങ്ങനെ ഒട്ടനേകം പ്രതിഫലങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ സ്വർഗത്തിലേക്ക് പോകാനും വരെ സ്വലാത്ത് കൊണ്ട് സാധിക്കുന്നതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യഗണത്തിൽ പെടുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് സ്വലാത്ത് ചൊല്ലുന്ന കാരണം ജൂതജനങ്ങൾക്ക് അദ്ദേഹത്തെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം കാട്ടിൽ പോകുന്ന സമയത്ത് ജൂതന്മാർ അദ്ദേഹത്തെ വളഞ്ഞു. മുഹമ്മദിനെ ബഹിർണിക്കുന്ന നിന്റെ നാവ് ഞങ്ങൾ അരിഞ്ഞെടുക്കുമെടാ എന്ന് പറഞ്ഞ് അവർ അയാളുടെ നാവ് അരിഞ്ഞെടുത്തു. അങ്ങനെ വളരെ ദുഃഖിതനായ ആ സഹാബി തിരുസ്വദേശത്തേക്ക് നടന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അദ്ദേഹം എത്തി. അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് കഴിയുകയില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദുഃഖം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ നാവ് ഉമിനീര് പുരട്ടി ശരീരപ്പെടുത്തി കൊടുത്തു.
ഇതുകൂടാതെ സ്വലാത്തിന്റെ മറ്റൊരു ചരിത്രം കൂടി ഞാൻ പറഞ്ഞ് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഒരിക്കൽ കഅബ് തങ്ങൾ പറഞ്ഞു, ഒരു ദിവസത്തിലെ 1/4 ഭാഗവും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാനായി മാറ്റിവെക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് വർദ്ധിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഖൈർ എന്ന്. അപ്പോൾ കഅബ് തങ്ങൾ പറഞ്ഞു, ഒരു ദിവസത്തിന്റെ പകുതി ഭാഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിനായി ഞാൻ മാറ്റിവെക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് വർദ്ധിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഖൈർ. അപ്പോൾ വീണ്ടും കഅബ് തങ്ങൾ പറയുകയാണ്, ഞാനൊരു ദിവസത്തിന്റെ 3/4 സമയവും സ്വലാത്ത് ചൊല്ലാമെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ഇനിയും വർദ്ധിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഖൈർ എന്ന്. അങ്ങനെ അവസാനം കഅബ് തങ്ങൾ ഒരു ദിവസത്തിൽ മുഴുവനും സ്വലാത്ത് ചൊല്ലാമെന്ന് കരാറിൽ അവസാനിച്ചു. കണ്ടില്ലേ കഅബ് തങ്ങളുടെ സ്വലാത്തിനോടുള്ള ഇഷ്ടം. ഇത്രയ്ക്കൊന്നും സ്വലാത്തിനോട് ചെല്ലാൻ നമുക്ക് കഴിയില്ലെങ്കിലും നാം ദിവസേന ധാരാളം സ്വലാത്തുകൾ ചെല്ലണം. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വലാത്തിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്കും എത്തിച്ചേരാനായി അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.